ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ റൂട്ടറിനെ ലാനുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൂട്ടർ ടു റൂട്ടർ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റൂട്ടർ ടു റൂട്ടർ എന്ന് പറഞ്ഞാൽ ദൂരെ ഇരിക്കുന്ന നമ്മുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ബ്രാഞ്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ദൂരെയുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത്, ഇപ്പം ഞാനൊരു ലാൻ ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ ഒരു റൂട്ടർ എടുത്തു, അതിനുശേഷം ഒരു സ്വിച്ച് വെച്ചു. സ്വിച്ചുമായിട്ടൊരു 4 PC കണക്ട് ചെയ്തിട്ട് ആദ്യം ഒരു ലാൻ ഉണ്ടാക്കുവാണ്. ഇതേപോലെ അപ്പോൾ ഈ ഒരു ലാൻ ഇരിക്കുന്നത് നമുക്കിവിടെ ഇതിൻ്റെ കളർ കൊടുക്കാം. നമുക്ക് ഈ ഒരു ലാൻ ഇരിക്കുന്നത് കൊച്ചിയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിയിലെ ഓഫീസ്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഓഫീസ് കൂടി ഉണ്ട്, അത് ബാംഗ്ലൂരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബാംഗ്ലൂരും കൊച്ചിയിലും ഓഫീസുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ. അപ്പോൾ ഇവിടെയുള്ള 2 ബ്രാഞ്ചിലിരിക്കുന്ന നെറ്റ്വർക്കുകളെയും നമുക്ക് പരസ്പരം കണക്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു സീരിയൽ കണക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 4 PC നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, 2 നെറ്റ്വർക്കാണ് ഇവിടെ. ഇപ്പോൾ കേബിൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ 2 നെറ്റ്വർക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ലാനുമായിട്ട് നമ്മുടെ റൂട്ടറിനെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഞാനിനി അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാലും ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നില്ല. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഇതിലൊന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഇത് കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നോക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് റൂട്ടറിനെ ലാനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 2 നെറ്റ്വർക്ക് ഇവിടെ ഇടാനായിട്ട് പോവാണ്. ഒരു നെറ്റ്വർക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് നമുക്ക് ഈ റേഞ്ച് കൊടുക്കാം. 192, 168, 10.0 കൊടുക്കാം. ഇത് നമുക്ക് 10.00 എന്ന് പറയുന്ന നെറ്റ്വർക്ക് കൊടുക്കാം. അത് ഏത് ക്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല, 2 നെറ്റ്വർക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ റൂട്ടറിന് ആദ്യം ഞാൻ IP കൊടുക്കാൻ പോവാണ്. റൂട്ടറിന് IP കൊടുക്കാൻ ഇവിടെ നോ അടിച്ചു. റൂട്ടറിൻ്റെ ജിഗാബിറ്റ് ഇൻ്റർഫേസ് 0/0 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0/0 IP സ്പേസ് അഡ്രസ്സ് 192, 168, 10, 254, 255, 255, 255, 0. നോ സ്പേസ് ഷട്ട് ഡൗൺ. ആ പോർട്ടിനെ അപ്പാക്കി നോ സ്പേസ് ഷട്ട് ഡൗൺ അടിച്ചു, എൻ്റർ കൊടുത്തു. ഇനി PCകൾക്ക് IP കൊടുക്കാം. ഓരോ PCകൾക്കും IP കൊടുക്കുകയാണ്. ഇതിന് 192, 168, 10.1. ഇവിടെ 192, 168, 10, 254 അതാണല്ലോ ഗേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിനും ഇതേ IP കൊടുക്കുക. 192, 168, 10.2, 192, 168, 10, 254. ഇവിടെ 192, 168, 10.3, 192, 168, 10, 254. നൂറ്റി 192, 168, 10.4, 192, 168, 10, 254. ഞാനിതിന് PCകൾക്ക് ഈ ലാനിന് ഞാൻ റൂട്ടറിന് കണക്ഷൻ IP കൊടുത്തിട്ടില്ല, കൊടുക്കാം. 10.001, 10.00, 254 കൊടുക്കണം. അപ്പോൾ ഈ 10.00, 254 എല്ലാത്തിൻ്റെയും ഗേറ്റ് ആയിട്ട് കൊടുക്കണം. ഞാൻ IP കൊടുക്കാൻ പോകണേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ PCകൾക്ക് ഇപ്പോൾ IP കൊടുത്ത് വെക്കുകയാണ്. അടുത്തത് ഇനി റൂട്ടറിന് IP കൊടുക്കാം.
റൂട്ടറിന് IP കൊടുക്കാനായിട്ട് റൂട്ടറിൽ ക്ലിക്ക് ചെയ്യുന്നു, കമൻറ്റ് പ്രോംപ്റ്റ് എടുക്കുന്നു, ഇവിടെ നോ, എനേബിൾ, കോൺഫിഗർ ടെർമിനൽ, ഇൻ്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് ഏതുമായിട്ടാണ് 0/0. അപ്പോൾ 0/0 IP സ്പേസ് അഡ്രസ്സ് 10.0.254 അതിൻ്റെ സബ്നെറ്റ് മാസ്കും കൊടുത്തു, സേവ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചിയിലിരിക്കുന്ന ഓഫീസ്, ഇത് നമ്മുടെ ബാംഗ്ലൂർ ഇരിക്കുന്ന ഓഫീസ്. അപ്പോൾ ഈ രണ്ട് ഓഫീസുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ ISP വഴിയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഒരു മോഡം ഉപയോഗിച്ചിട്ട് ആണ് സാധാരണ ചെയ്യാറുള്ളത് അല്ലേ. ഇവിടെ നമുക്ക് പാക്കറ്റ് ട്രേസറിൽ മോഡം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പാക്കറ്റ് ട്രേസറിൽ മോഡം ഉപയോഗിച്ചിട്ടല്ല നേരിട്ട് കൊടുക്കുകയോ ചെയ്യൽ. ഞാൻ എന്നാലും നിങ്ങൾക്കൊരു സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ മോഡത്തിൻ്റെ കാര്യം ഓക്കെ, ഇത് മോഡമാണെന്ന് വിചാരിക്കാം കേട്ടോ, ഇത് മോഡമാണെന്ന് വിചാരിക്കാം. പിന്നെ ഇവിടെയും മോഡമുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ്, ഇതാണ് നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും കണക്ഷൻ ഉണ്ടാവുക അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും കണക്ഷൻ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ മോഡം. ഇതിപ്പോൾ ഞാൻ സർവർ എടുത്തിരിക്കുന്നത്, ഇതാണ് നമ്മുടെ മോഡം എന്ന് വിചാരിക്കുക. ഇത് മോഡം, ISPയുടെ മോഡമാണിത്. ഇനി നമ്മുടെ ഈ റൂട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ റൂട്ടറിനെ മോഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. മോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇവിടുന്ന് റൂട്ടറിലോട്ട്. പക്ഷെ ഇനിയിപ്പോൾ മോഡത്തിന് പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡത്തിൽ നിന്ന് റൂട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഇവിടുത്തെ മോഡത്തിൽ നിന്ന് റൂട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, മോഡം ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ എടുക്കുക. ഞാൻ CCNAയുടെ ഇതിൻ്റെ നമ്മുടെ റൂട്ടറിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സീരിയൽ കേബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയായിരിക്കും അതിൻ്റെ കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കേബിൾ എന്ന് പറഞ്ഞാൽ സീരിയൽ എന്ന് പറയുന്ന കേബിളാണ്. സീരിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ ആ കേബിളിന് 2 എൻഡ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. ഒരു DCE എന്ന് പറഞ്ഞിട്ട് എൻഡും ഉണ്ട്, DTE എന്ന് പറഞ്ഞിട്ട് എൻഡും ഉണ്ട് അല്ലേ. അതിൽ നമ്മൾ നമ്മുടെ റൂട്ടറിന് ആദ്യം സീരിയൽ പോർട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ റൂട്ടറിനെ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇവിടെ HWIC2T എന്നുണ്ടാവും, ഇത് ഈ സ്ലോട്ട് ആഡ് ചെയ്യുക. ഇത് 2 സീരിയൽ പോർട്ടിൻ്റെ മൊഡ്യൂളാണ്. ആ മൊഡ്യൂൾ ആഡ് ചെയ്തു. ഇവിടെയും ഞാൻ അതേപോലെ റൂട്ടർ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു സീരിയൽ പോർട്ട് ആഡ് ചെയ്തു. ഇതാണ് സീരിയൽ പോർട്ടിൻ്റെ കോഡ് HWIC2T. എന്നിട്ട് മോഡ് ഓൺ ചെയ്തു. ഇനി ഞാൻ എന്താ കണക്ട് ചെയ്യേണ്ടത്, ഒരു സീരിയൽ കേബിൾ എടുത്തിട്ട്, സീരിയൽ കേബിളിന് 2 എൻഡിൽ എന്ന് പറഞ്ഞു അല്ലേ, DC ഉണ്ട് DT ഉണ്ട്. അതിൽ DT എന്ന് പറയുന്ന തലയാണ് നമ്മളിവിടെ സീരിയലിൽ കണക്ട് ചെയ്യേണ്ടത്. സീരിയൽ വന്നത് കണ്ടോ, 2 എണ്ണം വന്നിട്ടുണ്ട്, സീരിയൽ 0/3/0യും സീരിയൽ 0/3/1ഉം. അപ്പോൾ ഞാൻ സീരിയൽ 0/3/0 ഇവിടെ കൊടുത്തിട്ട് ഈ ഒരു എൻഡില്ലേ DCE എന്ന് പറയുന്ന തലയാണ് ഞാൻ എൻ്റെ മോഡത്തിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. ആ മോഡം പിന്നെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും. ഇവിടെ എങ്ങനെയാ, ഇവിടെ ഇതേപോലെ തന്നെ DT എന്ന് പറയുന്ന ഹെഡാണ് ഇവിടെ കൊടുക്കേണ്ടത്, DC എന്ന് പറയുന്ന തലയാണ് മോഡത്തിലോട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ആ മോഡം 2 ബ്രാഞ്ചിലിരിക്കുന്ന 2 മോഡവും ഇന്റർനെറ്റുമായിട്ട് എന്തായിട്ടുണ്ടാവും, കണക്ട് ആയിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം അല്ലെ. അങ്ങനെയാണ് കണക്ഷൻ നടക്കുക. ഇപ്പോൾ പാക്കറ്റ് ട്രേസറിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, നമ്മൾ നേരെ കൊടുക്കുന്നത്. ഇവിടെ നോക്കിയേ, DCയും DTയും ഉണ്ട് അല്ലേ. അപ്പോൾ DC എന്ന് പറയുന്ന തല ഞാൻ എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു, സീരിയൽ ഇതിൽ കൊടുത്തു, നേരെ ആ തല എന്ത് ചെയ്തു, ഇവിടെയും കൊടുത്തു. അപ്പോൾ ഒരു തല DCE എന്ന് പറയുന്ന തലയും ഒരു തല DTE ആണ്. നമ്മുടെ പാക്കറ്റ് ട്രേസറിന്റെ ലാബിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ സാധാരണ ഈ ക്ലോക്ക് റേറ്റ് വരുന്ന DCE എന്ന് പറയുന്ന ആ ഒരു കേബിളിന്റെ എൻഡ് ഉണ്ടല്ലോ, അത് മോഡത്തിലാണ് കൊടുക്കുക. കാരണം നമുക്ക് ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീഡ് ഉണ്ട്, ക്ലോക്ക് സ്പീഡ് എന്ന് പറയും. ഈ ക്ലോക്ക് സ്പീഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും ISP ആയിരിക്കും, നമ്മുടെ സർവീസ് പ്രൊവൈഡർ ആയിരിക്കും. അപ്പോൾ സർവീസ് പ്രൊവൈഡറിന്റെ മോഡം ഇല്ലേ, ആ മോഡത്തിന്റെ തലയിലോട്ട് വേണം, ആ മോഡത്തിന്റെ കണക്ടറിലോട്ട് വേണം നിങ്ങൾ DC എന്നുള്ളത് കണക്ട് ചെയ്യാൻ. ഇപ്പോൾ പാക്കറ്റ് ട്രേസറിൽ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ സെന്ററിൽ എന്ത് വരുന്നില്ല, മോഡം ഇല്ല, നമ്മൾ നേരിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞാനൊരു കേബിൾ എടുത്തിട്ട് ഒരു തല DCയും കൊടുത്തു, അടുത്ത തല DTയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു റൂട്ടർ
ഒരു DC തലയാണ് വരുന്നത് എന്ന് വെച്ചാൽ മോഡത്തിന്റെ ആ ഒരു കാര്യം കൂടി ഈ ഒരു റൂട്ടർ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. മോഡമായിട്ടാണ് ഈ റൂട്ടർ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അപ്പൊ ഈ മോഡത്തിന്റെ അവിടെ നമ്മൾ IP ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം, ക്ലോക്ക് സ്പീഡ് കൊടുക്കേണ്ടി വരും. കാരണം അവിടെ DC എന്ന് പറയുന്ന തലയല്ലേ വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ റൂട്ടറിനെ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. റൂട്ടറിനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ റൂട്ടറിനെ കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടൊരു IP അഡ്രസ്സ് വേണം. അപ്പൊ ഞാൻ എൻ്റെ നെറ്റ്വർക്കിലൊന്നും യൂസ് ചെയ്യാത്തൊരു IP എടുക്കുകയാണ്, 20.0.0 എന്ന് വെച്ചാൽ ഈ ഒരു തലയ്ക്കൽ ഞാൻ 20.0.0 ഇവിടെ ഞാൻ 20.0.0 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ IP കൊടുക്കുന്ന ഏതിനാണ്, റൂട്ടറിന്റെ സീരിയൽ ഇന്റർഫേസിനാണ് ഞാൻ IP കൊടുക്കുന്നത്. അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ റൂട്ടർ ടു റൂട്ടറിന്റെ സീരിയൽ കണക്ഷനാണ് നമ്മൾ IP കൊടുക്കുന്നത്. പോർട്ട് ആഡ് ചെയ്തു, റൂട്ടറിന്റെ ഒരു കേബിൾ എടുത്തു, സീരിയൽ കേബിൾ എടുത്തു, ഒരു കേബിളിന്റെ തല DC എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുത്തു. അത് ഈ റൂട്ടറിനാണ് കൊടുത്തത്. അതിന്റെ നേരെ എൻ്റെ DT പോയി. ഒറിജിനൽ ആണെങ്കിൽ എങ്ങനെയാണ്, അവിടെ മോഡം വരും അല്ലെ, മോഡമാണ് ഇടയിൽ ഉണ്ടാവുക. അപ്പൊ മോഡം ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് റൂട്ടറിനെ. അതേപോലെ നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഓഫീസിലെ മോഡുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ട സീരിയൽ കേബിളിന്റെ DC എന്ന് പറയുന്ന തല വരുന്ന ഹെഡ് വരുന്നത് മോഡത്തിലോട്ടും DT എന്ന് പറയുന്ന ഹെഡാണ് റൂട്ടറിലോട്ടും കണക്ട് ചെയ്യേണ്ടത്. രണ്ട് എൻഡിലും അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. പാക്കറ്റ് ട്രേസിൽ നമ്മൾ നേരിട്ട് മോഡം ഇല്ലാതെ നേരിട്ട് കണക്ട് ചെയ്യുവാണ്. അതുകൊണ്ട് ഒരു സീരിയൽ കേബിൾ എടുത്തു. അതുകൊണ്ട് ഒരു തലയ്ക്കൽ എന്ത് വരുന്നുണ്ട്, DCE വരുന്നുണ്ട്. ആ DC എന്ന് വരുന്ന തലയുടെ അവിടെയാണ്, ആ ഒരു എൻഡിലാണ് എന്ത് വരുന്നത്, ക്ലോക്കിന്റെ ഒരു സിമ്പിൾ വരുന്നത്. അങ്ങനെ ഞാൻ റൂട്ടറിനെ കണക്ട് ചെയ്തിട്ട് ഒരു IP കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ നെറ്റ്വർക്കിൽ എവിടെയും യൂസ് ചെയ്യാത്തൊരു IP ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ 20 എന്ന് പറയുന്ന നെറ്റ്വർക്ക് എടുത്തു. അതിൽ ഒരു കേബിളിന്റെ ഒരു എൻഡിൽ 20.0.1 അടുത്ത എൻഡിൽ 20.0.2 കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഈ ഫസ്റ്റ് റൂട്ടറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഫസ്റ്റ് റൂട്ടറിൽ ഞാൻ സീരിയലിനാണ് IP കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എനേബിൾ എന്നടിച്ചു, കോൺഫിഗർ ടെർമിനൽ. ഇനി റൂട്ടറിന്റെ ഏതാ പോർട്ട്, സീരിയൽ 0/3/0 അല്ലെ. അപ്പോ ഇന്റർഫേസ് സീരിയൽ 0/3/0 എന്റർ കൊടുത്തു. IP സ്പേസ് അഡ്രസ് എത്രയാണ്, 20.0.1 സ്പേസ് അതിന്റെ സബ്നെറ്റ് മാസ്ക് കൊടുത്തു, എന്റർ. ഇനി എന്തടിക്കണം, ഈ DC എന്ന് പറയുന്ന തലയിൽ അവിടെ ഒരു ക്ലോക്ക് റേറ്റ് ഉണ്ട്. സാധാരണ DC എന്ന് പറയുന്ന തല എവിടെയാ കുത്തല്, മോഡത്തിലാണ് കണക്ട് ചെയ്യല്. ഇവിടെ നമുക്കൊരു ക്ലോക്ക് റേറ്റ് വരുന്നുണ്ട്. ആ ക്ലോക്ക് റേറ്റ് നമ്മൾ കൊടുക്കണം. ഡിഫാൾട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ക്ലോക്ക് റേറ്റ് എന്ന് പറയുന്നത് 64,000 ആണ്. 64,000. ഇത് ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് ബിറ്റ് അല്ലേ. അപ്പൊ നമ്മൾ ISPയിലോട്ട് നമ്മുടെ റൂട്ടറിനെ കണക്ട് ചെയ്യുമ്പോൾ ISP നമുക്കൊരു സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിഫാൾട്ട് ആയിട്ടുള്ള ഒരു സ്പീഡ്, കോമൺ ആയിട്ട് എല്ലാ ISPയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64,000 ആണ്. അതുകൊണ്ടാണ് നമ്മൾ 64,000 കൊടുക്കുന്നത്. 64,000 അല്ലെങ്കിൽ പിന്നെ 1,28,000 കൊടുക്കുന്നുണ്ട്, 32,000 കൊടുക്കുന്നുണ്ട്. പാക്കറ്റ് ട്രേസറിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 64,000 തന്നെ ധാരാളമാണ്. അതുകൊണ്ട് നമ്മൾ ക്ലോക്ക് റേറ്റ് 64,000 കൊടുത്തു. അതിനുശേഷം നോ സ്പേസ് ഷട്ട് ഡൗൺ. അതെന്തിനാ കൊടുക്കുന്നത്, ആ പോർട്ട് ഇപ്പോൾ ഓഫ് ആയിരിക്കും അല്ലേ, ആ പോർട്ട് നമ്മൾ ഓൺ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോ സ്പേസ് ഷട്ട് ഡൗൺ കൊടുത്തു, എന്റർ കൊടുത്തു. അതിനുശേഷം സേവ് ചെയ്തു. ഇനി നമുക്ക് ഷോ IP ഇന്റർഫേസ് ബ്രീഫ് എന്ന് പറയുന്ന വെരിഫിക്കേഷൻ കമന്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ റൂട്ടറിന്റെ സീരിയലിന് നമ്മൾ IP കൊടുത്തായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ വരുന്നത് DC ആണോ, അല്ല, ഇവിടെ DT വരുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, ക്ലോക്ക് റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലോക്ക് റേറ്റ് ഈ ഒരു DT എന്ന് പറയുന്ന ഹെഡ് വരുന്നിടത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് സീരിയൽ 0/3/0 IP സ്പേസ് അഡ്രസ് 20.0.2 അതിന്റെ സബ്നെറ്റ് മാസ്ക് കൊടുത്തു. ക്ലോക്ക് റേറ്റിന്റെ ആവശ്യമില്ല, നോ സ്പേസ് ഷട്ട് ഡൗൺ കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പൊ ഈ റൂട്ടറും തമ്മിൽ കണക്ട് ആയി. അങ്ങനെ കണക്ട് ആയതുകൊണ്ട് ഈ നെറ്റ്വർക്കും തമ്മിൽ കണക്ട് ചെയ്യില്ല. ഇതിൽ ഇനി റൂട്ടിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ റൂട്ടറിനെയും എങ്ങനെയാണ് പാക്കറ്റ് ട്രേസറിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക. അതേപോലെ തന്നെ റൂട്ടറിന് ലാനിലോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത്രയും ആയിട്ട് 2 ലാബ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട്, ലാൻ ടു റൂട്ടറും അതേപോലെ റൂട്ടർ ടു റൂട്ടറും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ഇതിന്റെ
ലെക്ചർ നോട്ട് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് അല്ല, നമ്മൾ എഴുതി തയ്യാറാക്കിയ നോട്ട് ആർക്കെങ്കിലും CCNA ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് നോട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.